ഹായ്. ഈ ഒരു രീതിയിൽ ത്രെഡ് പൈപ്പിംഗ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു സാധാരണ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പൈപ്പിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് വളരെ മനോഹരമായിട്ട് ത്രെഡ് പൈപ്പിംഗ് വെക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പൈപ്പിംഗ് വെക്കാൻ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിന് ഒരു നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1.25 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്രോസ് പീസ് ആകുമ്പോൾ നന്നായിട്ട് വലിയും. അതുകൊണ്ട് പൈപ്പിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് ക്രോസ് പീസ് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ക്രോസ് പീസ് ഈ ഒരു രീതിയിൽ നടുവിൽ കൂടി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് ആ ഒരു നെക്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ഭാഗത്തേക്ക് ഈ ഒരു മടക്കിയ ക്രോസ് പീസ് ഈ രീതിയിൽ വെച്ചിട്ട് ഒരേ വിഡ്ത്തിൽ വേണം ആ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ. ആ ഒരു പ്രഷർ ഫുട്ടിൻ്റെ ആ ഒറ്റൊരു അതിൻ്റെ വീതിയിൽ അങ്ങോളം അതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്ലോത്തിൻ്റെ നല്ല ഭാഗത്താണ് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ പൈപ്പിംഗ് വെക്കുന്ന സമയത്ത് 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ആ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ 1.25 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് അടക്കമുള്ള അടക്കം നമ്മൾ മറവ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മാത്രമല്ല ഇത് സാധാരണ നമ്മൾ പൈപ്പിംഗ് വെക്കുന്നത് പോലെയല്ല ഈ ഒരു മടക്ക് നമ്മൾ ചെയ്യുന്നത്. 2 പീസ് തമ്മിൽ നടുവിൽ കൂടി മടക്കിയതിന് ശേഷമാണ് നല്ല വശത്ത് വെച്ച് ഈ രീതിയിൽ ഒരേ വിധത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. നല്ല നമ്മൾ ആ ഒരു ത്രെഡ് പൈപ്പിംഗ് വെക്കുന്നില്ലേ, അതേ രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരേ വിധത്തിൽ വേണം നമ്മൾ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ. അത് നമ്മൾ ചില സ്ഥലത്ത് കൂടുതലും കുറച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല. ഈ രീതിയിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പിലെ കൂടി അടുത്തടുത്തായിട്ട് ഓരോരോ കട്ടിങ്സ് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വളവിൽ എത്തുന്ന ആ ഒരു ഭാഗത്താണ് ഇതുപോലെ ഒന്ന് കട്ടിങ്സ് കൊടുക്കുന്നത്. ബാക്കി ഒരു 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വിട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പൈപ്പിംഗ് വെക്കുന്ന സമയത്ത് അടുത്തടുത്ത് തന്നെ ഇങ്ങനെ ഓരോരോ കട്ടിങ്സ് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ആ തയ്യൽ തുമ്പ് നമുക്ക് കറക്റ്റായിട്ട് മടക്കി വെക്കാൻ പാകത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുത്തടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി ആ തുണി ചീത്ത ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് സാധാരണ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പൈപ്പിംഗ് വെക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്യൽ അല്ലേ. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് കേട്ടോ. നേരെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ പൈപ്പിംഗ് കൊടുക്കുമ്പോൾ ആ രീതിയിൽ തന്നെ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ല ഭാഗത്ത് വെച്ചിട്ട് ആ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ ക്രോസ് പീസ്, അത് വളരെ നേർത്തതായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ആ നല്ല ഭാഗത്തു കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ലാസ്റ്റ് വരെ ഒരേ വിഡ്ത്തിൽ വേണം ചെയ്യാൻ. നല്ല രീതിയിൽ ഇങ്ങനെ ഒരുപാട് വീതി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. നമുക്ക് ആ ഒരു ത്രെഡ് പൈപ്പിംഗ് വെക്കുന്ന അതേ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീതി കുറച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാൻ. ക്രോസ് പീസ് എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് മടക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ആ ഇതിൽ തന്നെ കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ചു പിടിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. സാധാരണ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു അതേ ഒരു വിധത്തിൽ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്ത് ചെയ്താൽ മതി.
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ തന്നെ അമർത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ആ പൈപ്പിങ്ങൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു ത്രെഡ് പൈപ്പിംഗ് വെച്ച അതേ ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വരെ ഒരേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് ആ തയ്യൽ തുമ്പിൻ്റെ മറച്ചിട്ടാണ് ബാക്കിയുള്ള പീസൊക്കെ വരുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ആ തയ്യൽ തുമ്പിൻ്റെ മറിച്ചിട്ട് തന്നെയാണ് ബാക്കിയുള്ള ആ ഒരു പീസ് വരുന്നത്. നമ്മൾ വീതി കൂട്ടിയിട്ടാണ് പൈപ്പിംഗ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് മതിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് നല്ല വീതി കുറച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ ഒരു തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ആ ഒരു സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാനുണ്ട്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ തയ്യൽ തുമ്പ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അതുപോലെ ആ രണ്ടാമത്തെ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിൽ കണ്ടില്ലേ, തയ്യൽ തുമ്പ് തീരെ കാണാനേ ഇല്ല. അത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പൈപ്പിംഗ് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ചുരിദാറിനൊക്കെ വെച്ചത് കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിലേക്ക് വരും വരെ ബായ്.